നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ലിസി ജോയിയെ ക്ഷണിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDFൻ്റെ മഹിളകളുടെ വാഹന പ്രചരണ യാത്ര ഇന്നിപ്പോൾ ഇവിടെ കൊട്ടിയൂർ തൊട്ട് ആരംഭിക്കുകയാണ്. പേരാവൂർ നിയോജക മണ്ഡലം മുഴുവനും നമ്മുടെ UDFൻ്റെ വനിതാ വിങ്ങുകളും വാഹന പ്രചരണ യാത്ര നടത്തുന്ന അവസരമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാന്യായ APCC മെമ്പർ ശ്രീമതി ഫിലോമിന ടീച്ചർ, അതുപോലെ തന്നെ പേരാർ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ, പേരാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ ശ്രീധരൻ, സണ്ണി ജോസഫിൻ്റെ പ്രചരണാർത്ഥം പേരാവൂർ നിയോജക മണ്ഡലത്തിലെ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മനോഹരമായ വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടന വേദിയിലെ അധ്യക്ഷ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീമതി ലിസമ്മ, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ്, ഇപ്പോൾ എല്ലാ ചായക്കും കടിക്കും ഒക്കെ 15 രൂപയാക്കി. ഇവിടെ എത്രയാക്കിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 15 രൂപയാണ് ഒരു ചായക്ക്, കടിക്ക് 15 രൂപ. ഇതൊക്കെ ചെറിയ പൈസയാണ്. കാരണം വാണിജ്യ സിലിണ്ടറിന്റെ വില 1850 നിന്നും 3500, കരിങ്കൊള്ളക്കാര് കരിഞ്ചന്തക്കാര് 5200 വിപണിയിൽ ഇടപെട്ട് നിയന്ത്രിക്കണം, വില നിയന്ത്രിക്കണം. പക്ഷേ ഇവിടുത്തെ പിണറായി വിജയൻ എവിടെയാണ് സമയം? ഇതൊന്നും സമയമില്ലല്ലോ. സ്വന്തം നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണെങ്കിൽ പിണറായി വിജയന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളമാണ്. രണ്ടുപേർക്കും ഒരേ. അല്ലെങ്കിൽ ഇവിടുന്ന് പോയ പിണറായി വിജയൻ അമിത്ഷാ ഇറങ്ങി വന്ന് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറ്റി കഥകടിച്ച് 1 മണിക്കൂർ സംസാരിച്ചു. എന്തായാലും കാലാവസ്ഥാ വ്യത്യാസം കഴിഞ്ഞ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. ഇനിയിപ്പോൾ നമ്മൾ പണ്ട് മാറ്റി വെച്ച വിറകെടുപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു 50 വർഷം പിറകോട്ട് പോവേണ്ടി വരും. പിണറായി വിജയൻ ഉണ്ടാക്കിയ സമ്മാനങ്ങൾ ഇത്, സ്ത്രീകൾക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങൾ ഇതൊക്കെയാണ്. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സംഭാവന എത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രിയും നമ്മുടെ പിണറായി വിജയൻ തമ്മിലുള്ള കൂട്ടിന്റെ നമ്മൾ സുപ്രീം വെച്ച് കൊള്ള, ഇങ്ങനെയുള്ള കൊള്ളകളുടെ അവസാനമാണ് ക്ഷേത്രക്കൊള്ള. ക്ഷേത്രക്കൊള്ളയാണ് പ്രശസ്തമായ അമ്പലമുണ്ട് അല്ലേ? നമ്മളെത്ര ആരാധനയോടെയും വളരെ ആധ്യാത്മികമായും വളരെ ഭക്തിയോടെയും കാണുന്ന അമ്പലം. അതുപോലെയാണ് നമ്മുടെ ശബരിമല. എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് അവിടെ വരുന്നത്. അവരവരുടെ ജീവിതത്തിൽ സമ്പാദിച്ച് നമ്മുടെ നാട്ടിൽ വലിയ ദുരന്തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഒരു തരത്തിൽ പറഞ്ഞാൽ വഴി നടക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. മാത്രമല്ല പോലീസ് സ്റ്റേഷനുകളൊക്കെ പ്രാദേശിക CPMകാരുടെ താവളങ്ങളായി മാറി. അവർ നിയന്ത്രിക്കും, അവർ ഭരിക്കും, അവർ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് സ്വാമി, ഇതാണ് വലിയ സ്വന്ന് കരുതി നല്ല ഇളത്തെ പോലെ കുറച്ച് പാവങ്ങൾ ആവർത്തിച്ചു പോയി. അങ്ങനെയുള്ള ആകാശത്തിന് പറ്റി ഒരു കൈറ്റാണ്. UDFന്റെ ഭരണം കിട്ടിയാൽ ഏറ്റവും ഉന്നത സ്ഥാനീയനായ ഒരു മന്ത്രിയായി അദ്ദേഹം മാറും. ഈ നാടിന്റെ ചരിത്രവും ചിത്രവും ഒക്കെ മാറ്റിയെടുക്കാൻ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിയും. മുഖം നഷ്ടപ്പെട്ട കുറേ മന്ത്രിമാരെ നമ്മൾ കണ്ടു. ആ മന്ത്രിമാർ എടുത്തു നോക്കൂ. അപവാദങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കുറേ മന്ത്രിമാരല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. നീറോ ചക്രവർത്തി വീണ വായിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. റോമാനഗരം കത്തി കഴിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു. നമ്മുടെ വീണ ജോർജ് അല്ലാത്തപ്പോഴും വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പറേഷന് പോയാൽ 1 എടുത്താൽ 2 എന്ന് പറഞ്ഞാൽ ഓപ്പറേഷന് പോയാൽ തീർച്ചയായിട്ടും വായിക്കാത്ത ഒരു കത്രിക ഉറപ്പാണ്. അപ്പം അതെല്ലാം കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പിന്നെ നമ്മുടെ ഈ
മന്ത്രി പറയുന്നത് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കപ്പിത്താനുണ്ട് സാർ, അതൊരിക്കലും ആടി ഉലയുകയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് വാചാരോപം നടത്തുന്ന ഒരു വീണാ മന്ത്രി. പിന്നെ വേറൊരു മന്ത്രിയുണ്ട്, അക്കങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മറ്റൊരു മന്ത്രിയുണ്ട്, ഭയങ്കര ലീലാവിലാസക്കാരനാണ്. അയാൾക്ക് കുറഞ്ഞത് 5000 കാമുകിമാരെ കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാമുകി, അതൊക്കെ അവരുടെ കാര്യം എന്നൊക്കെ നോക്കാം. പക്ഷേ ഭാര്യ വന്ന് പിടിച്ച സമയത്ത് കാമുകിയെ ഡ്രൈവറുടെ കൈ കൊടുത്ത് പിന്നെ ഡ്രൈവർ വേഗം അവരെ സ്ഥലം പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണം, ഈ ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്നത് മന്ത്രിയുടെ വീട്ടിൽ നിന്നല്ല, ഈ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊന്നുമല്ല, പാവപ്പെട്ട മനുഷ്യന്റെ റവന്യൂ വരുമാനമാണ് കൊടുക്കുന്നത്. അതിന് ഈ ജനങ്ങളോട് ഉത്തരം പറഞ്ഞേ പറ്റും. അതാണ് കാര്യം. അല്ലാതെ എനിക്ക് 5000 കാമുകയുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ തോന്നി മാസം, അതല്ല കാര്യം. ഈ ഡ്രൈവർമാർക്ക് ഇത്തരം വൃത്തികേടുകൾ നടത്തുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നത് റവന്യൂ വരുമാനമാണ്, പാവപ്പെട്ടവന്റെ പട്ടിണിക്കണിക്കാരന്റെ പൈസയാണ്, അതൊരിക്കലും മന്ത്രിയുടെ കുടുംബത്തിലെ പൈസയല്ല. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഒരു കൃത്യമായ മറുപടി കൊടുക്കേണ്ട തക്ക സമയമാണ് വന്നിരിക്കുന്നത്. പ്രിയങ്കരനായ സണ്ണി ജോസഫിനെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ മഹിളാ സഹോദരിമാർ നടത്തുന്ന ഈ ഒരു മനോഹരമായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പരിപാടി സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട DCC സെക്രട്ടറിമാരായ ശ്രീ ജെയ്സൺ കാലക്കാട്ടിനെ, അതുപോലെ PC രാമകൃഷ്ണൻ സാറിനെ, മറ്റ് UDF-ന്റെ മുഴുവൻ നേതാക്കന്മാരെയും UDF-ന്റെ മുഴുവൻ മഹിളകളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി. താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ KPCC മെമ്പറും കേരള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി ലിസി ജോസഫിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെയും വനിതാ ലീഗിന്റെയും പ്രിയപ്പെട്ട ഏറ്റവും ആധുനികമായ ടെക്നോളജികള് ഈ നാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുമെന്ന് ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞു വയ്ക്കുകയാ. അങ്ങനെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഇന്ദിരാ പ്രഖ്യാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അറിയാം. ഇന്ന് കുടുംബത്തിന്റെ താളം തെറ്റിക്കുകയാ, ക്യാൻസർ പനി പോലെ പടർന്നു പിടിക്കുകയാ, കിഡ്നി രോഗികൾ നമ്മുടെ മുക്കിലും മൂലയിലും ഉണ്ടാവുകയാ. അങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ ലോട്ടറി